എവരിബഡി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പ്രസന്റേഷൻ എടുക്കാം കേട്ടോ. So, online teaching. ഓക്കെ, നമുക്ക് ഓൺലൈൻ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് അല്ലെ. സോ നമ്മള് സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് ഒരു സൂപ്പർ ടീച്ചറായിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും ഓൺലൈനിൽ. ഇപ്പൊ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഓൺലൈനിൽ ടീച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും അല്ല നമ്മളൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും എന്തൊരു പ്രൊഫഷനിൽ കയറുമെന്ന് ആലോചിക്കുന്നവർക്കും നമുക്ക് ഒരു പാർട്ട് ടൈം ആയിട്ട് മാത്രമല്ല ഒരു ഫുൾ ടൈം ആയിട്ട് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം, ഒരു കുട്ടി 4 വയസ്സ് മുതൽ ഒരു കുട്ടി നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കൊക്കെ എൻക്വയറി വരുമ്പോൾ പ്രീ കെ ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുൻപായിട്ട് കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറഞ്ഞിട്ടും വരാറുണ്ട്. എന്ന് വെച്ചാൽ അപ്പോൾ അത്രയും ഏർലി സ്റ്റേജ് മുതൽ ഒരു പേഴ്സൺ നമ്മൾ എന്ത് ചെയ്യാണ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ തന്നെ ഓഫ്ലൈനായിട്ട് പോയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതൊക്കെ ഒരു കാര്യമാണ് ഓൺലൈൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും പഠിക്കുക എന്ന് പറയുമ്പോൾ. സോ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിലല്ല ജസ്റ്റ് ഈ ഒരു വെബിനാറിൽ നമ്മുടെ ഈ ഒരു മാസ്റ്റർ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തിനാണ് ഓൺലൈൻ ടീച്ചിങ്, എന്തുകൊണ്ട് നമ്മൾ ഓൺലൈൻ ടീച്ചിങ് ചൂസ് ചെയ്യണം, അതുപോലെ എന്തൊക്കെ ഗാഡ്ജറ്റ്സ് നമുക്ക് വേണം, അതുപോലെ എസെൻഷ്യൽ സ്കില്ലുകൾ എന്തൊക്കെയാണ് ഒരു ഓൺലൈൻ ടീച്ചർക്ക് വേണ്ടത്, അതുപോലെ ജസ്റ്റ് ഞാൻ ആരാണ്, എന്റെ സ്റ്റോറി എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഓൺലൈൻ മേഖലയിലുള്ളത്, അതുപോലെ തന്നെ ഓൺലൈൻ ട്യൂട്ടറിങ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് ഓൺലൈൻ ട്യൂട്ടറിങ് ഉണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഡെമോ നമ്മൾ ചെയ്യുക. നമുക്ക് ടെക് കമ്പനീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡെമോ ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം അതല്ലെങ്കിൽ ലൈവ് ഡെമോ കൊടുക്കുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതായിരിക്കും. പിന്നെ അതുപോലെ എന്തൊക്കെ ഡിജിറ്റൽ ആൻഡ് AI ടൂൾസുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടുക ഓൺലൈനിൽ. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ വർക്ക്ഷോപ്പിന് കുറച്ച് പ്ലാൻസുകൾ ഉണ്ട്, ആ പ്ലാൻസുകളെ പറ്റിയിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. സോ എന്തിനാ ഓൺലൈൻ ടീച്ചിങ് ചൂസ് ചെയ്യുന്നത്? നമുക്കറിയാലോ, എല്ലാവർക്കും മെയിൻലി വർക്ക് ഫ്രം ഹോം ആണ്. നമുക്ക് എവിടെയും പുറത്ത് പോയിട്ടൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവേഴ്സിൽ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പീസ്ഫുൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് ഉള്ള ഒരു സ്ഥലം മതി നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ മെയിൻ അല്ലെങ്കിൽ എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് അതുപോലെ തന്നെ ലോ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ആണ്. നമ്മൾക്ക് ഏതാണോ സ്കില്ലുള്ളത് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് പ്രത്യേകിച്ച് ഇന്ന സബ്ജക്റ്റിൽ നോളേജ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താണ് നമ്മളുടെ സ്കില്ല് എന്തിലാണുള്ളത്. ഇപ്പോ കാലിഗ്രാഫിലുണ്ട്, റെസിൻ ആർട്ടില്, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങില്, ബേക്കിങ്ങില്. നമുക്ക് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലെ സബ്ജക്ട്സ് മാത്രമല്ല, നമുക്ക് എന്താണോ നമ്മുടെ സ്കില്ലുകൾ അതൊക്കെ നമുക്ക് ഈ ഓൺലൈനിൽ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് ഗ്ലോബൽ റീച്ച് ആണ്. നമ്മളുടെ തന്നെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സേഫ് ആൻഡ് കംഫർട്ടബിൾ ആൻഡ് കീപ് ലേണിംഗ് ആണ്. സ്കെയിലബിൾ ഇൻകം ആണ്. നമുക്കൊരു ഫിക്സഡ് ആയിട്ട് നമുക്ക് ഇത്രയും കിട്ടുള്ള ഒരു കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് നമ്മളുടേത് എത്ര വർക്ക് ചെയ്യുന്ന അത്രയും നമുക്ക് പേയ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബാണ്. ഓക്കെ, ഇനി എന്തൊക്കെ ഗാഡ്ജറ്റ്സ് വേണമെന്ന് നോക്കി കഴിഞ്ഞാൽ സിംപിളി നമുക്കൊരു ഫോണോ, ഒരു സ്മാർട്ട് ഫോണോ, നല്ലൊരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ PCയോ എന്താണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മിനിമം ലെവലിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് സ്മാർട്ട് ഫോണിലാണെങ്കിൽ പോലും നമുക്ക് മിനിമം ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ലാപ്ടോപ്പോ PC ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ദെൻ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ആണ് നമുക്ക് ഓൺലൈൻ ആകുമ്പോൾ വളരെ അത്യാവശ്യമുള്ളത്. ഒരു വൈഫൈ ഉണ്ടെങ്കിൽ എന്തായി അടിപൊളിയായി. നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണം. തന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റൂമും അത്യാവശ്യം ലൈറ്റിങ്ങും വേണം. ഓക്കെ, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ മതി. ദെൻ വാണ്ട് അല്ലെങ്കിൽ ഗുഡ് ടു ഹാവ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് ബോർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ
കുറച്ചും കൂടെ സുഖമായിട്ട് നമുക്ക് എഴുതാം. നമുക്ക് പെന്നും പേപ്പറിൽ എഴുതുന്ന പോലെ അല്ലെങ്കിൽ സ്ലേറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് എഴുതുന്ന പോലെ എന്ന് പറയാൻ നമുക്ക് സ്റ്റൈലസും ഡിജിറ്റൽ റൈറ്റിംഗ് പാഡുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ബോർഡിൽ എഴുതാനുള്ള ഫിസിക്സ് മാത്സ് പോലത്തെ സബ്ജക്ട്സ് ഉള്ളവർക്കോ അങ്ങനെ കൂടുതൽ എഴുതാനുള്ള ആവശ്യമുള്ള സബ്ജക്ട്സുകൾക്കൊക്കെ എന്ത് യൂസ് ചെയ്യാം, നമുക്ക് അങ്ങനത്തെ ടാബ്ലറ്റോ അല്ലെങ്കിൽ സ്റ്റൈലസുകളുടെ ടാബ്ലറ്റുകളുണ്ട്, ടാബ്ലറ്റോ അല്ലെങ്കിൽ എന്താണ് പറയാ റൈറ്റിംഗ് ഡിവൈസസോ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ചെയ്യാം. അതുപോലെ ഹെഡ്സെറ്റ് വിത്ത് മൈക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പ്രൊഫഷണൽ ലൈറ്റിംഗ് സെറ്റപ്പ്. ഓക്കെ, അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രൊഫഷണൽ ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഗുഡ് ടു ഹാവ് ആണ്. ദെൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്, അതുപോലെ തന്നെ പവർ ബാക്കപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ ബെറ്റർ ആക്കാം നമുക്ക് ക്ലാസ്സുകളെ. അതുപോലെ ഹു ആം എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, എ ഐയുടെ വീഡിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഞാൻ റസീന ഷാജി, ചാലിശ്ശേരി പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ വീട് വരുന്നത്. ഞാൻ എം എ ഇംഗ്ലീഷ് ആൻഡ് BEd ആണ്. സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് റെമഡിയൽ ടീച്ചിങ്ങിലും ഫൗണ്ടേഷൻ കോഴ്സിലുമാണ്. ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ ഞാൻ എടുത്തിരുന്ന വിഷയങ്ങൾ ഇപ്പൊ ഞാനത് ഹാൻഡിൽ ചെയ്യുന്നില്ല. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ആണ് പഠിച്ചതിന് ശേഷം ഇതുപോലെ പഠിപ്പിക്കുന്നത്. ദെൻ കൗൺസിലിംഗ് സൈക്കോളജി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ ഞാൻ കോ-ഫൗണ്ടർ ആൻഡ് എഡ്യൂക്കേറ്റർ അറ്റ് സ്റ്റഡീസി ആണ്. സ്റ്റഡീസിയിൽ നമ്മൾ എന്താണ് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ അതിന്റെ കോ-ഫൗണ്ടർ കൂടിയാണ്. ഇപ്പോൾ വളരെ നന്നായിട്ട് റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ദെൻ അതില് നമുക്ക് ടീച്ചേഴ്സിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്കിലൈറ്റ് പ്രോ എന്ന രീതിയിൽ ഒരു പവർ അപ്പ് യുവർ സ്കിൽ ആൻഡ് ലെവൽ അപ്പ് യുവർ ലൈഫ് എന്ന തീമിൽ നമ്മളൊരു സംരംഭം ഇതുപോലെ ട്രെയിനിങ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതാണ് സ്കിൽ ലൈറ്റ് പ്രോന്റെ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ എന്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ BEd കഴിഞ്ഞ സമയത്ത് ഒരു ഓഫ്ലൈൻ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു, ടീച്ചർ എന്നൊക്കെ അങ്ങനെ. പക്ഷെ അന്ന് മീൻസ് എനിക്ക് BEd കഴിഞ്ഞ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയി, എനിക്ക് ബേബിയൊക്കെ ആയി, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ വന്ന് ശരിക്കും പെട്ടുപോയതാണ് ഓൺലൈൻ ടീച്ചിങ്ങിൽ എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിലിറങ്ങി അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലായപ്പോഴാണ് അത് ശരിക്കും ഒരു നമ്മുടെ ഒരു ഭാഗ്യമായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് വലിയൊരു വഴി തുറന്നു തന്നതായിരുന്നു അന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നമ്മുടെ ഒരു ഓഫ്ലൈനിൽ ഞാൻ ഏതെങ്കിലും ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്റെ കരിയർ അവിടെ മേ ബി ഒതുങ്ങി പോയേനെ. ഇപ്പോ അങ്ങനെയല്ല, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സ്കെയിലബിൾ ഇൻകം ആണ്. നമ്മൾ എത്ര വർക്ക് ചെയ്യാൻ റെഡിയാണോ നമുക്ക് അങ്ങനെ പേയ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ നമുക്ക് എന്താണ് ഓൺലൈൻ ടീച്ചിങ്ങിൽ ജസ്റ്റ് ഒരു 15 കരിയർ പാർട്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്യൂട്ടർ ആവാം, ലാംഗ്വേജ് ട്രെയിനർ ആവാം, സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്ട്രക്ടർ ആവാം, കോർപ്പറേറ്റ് ട്രെയിനർ ആവാം, കോമ്പറ്റേറ്റീവ് എക്സാം നമുക്കറിയാലേ എൻട്രി, കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒക്കെ പോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യിക്കാം. അപ്പൊ നിങ്ങളുടെ ഞാൻ പറഞ്ഞു എന്തിലാണോ നിങ്ങൾക്ക് സ്കില്ലുകൾ ഉള്ളത് നമുക്ക് അതില് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ദെൻ ഓൺലൈൻ കോഴ്സ് ക്രിയേറ്റർ ആവാം, നമുക്ക് 8 കമ്പനീസിലൊക്കെ ആവശ്യമുള്ള ആളുകളാണ് ഓൺലൈൻ കോഴ്സ് ക്രിയേറ്റർ, എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ഡിസൈനർ, യൂട്യൂബ് എഡ്യൂക്കേറ്റർ, ടീച്ചർ കോച്ച് ആൻഡ് മെന്റർ, ഫൗണ്ടേഷൻ ടീച്ചർ ആവാം. അങ്ങനെ നിങ്ങൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനോ വർക്ക്ഷോപ്പ് ഇതുപോലത്തെ വർക്ക്ഷോപ്പുകളോ അല്ലെങ്കിൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്ന അങ്ങനെ നമുക്ക് ചെയ്യാം. നല്ലൊരു ഇൻകം നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ AI ഇന്റഗ്രേറ്റഡ് ടീച്ചിങ് കോച്ച് ആവാം, ഫ്രീലാൻസ് ടീച്ചർ ആവാം, റെമഡിയൽ ടീച്ചർ ആവാം. നിങ്ങൾ എന്താ പറയാ നമ്മളുടെ ഏത് സ്കില്ലിലാണോ നമുക്ക് എന്തിലാണോ നമുക്ക് ടാലന്റ് ഉള്ളത് അല്ലെങ്കിൽ എന്തിലാണോ നമുക്ക് സ്കില്ലുള്ളത് അത് നിങ്ങൾക്ക് സാറ് നേരത്തെ പറഞ്ഞ പോലെ അത് നമുക്ക് ലോകത്തെത്തിക്കാം. അത് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ടീച്ചറോ ട്രെയിനർ ആവാൻ വേണ്ടി പറ്റും. സോ ദ വേൾഡ് ഈസ് യുവർ ക്ലാസ് റൂം ആൻഡ് സ്റ്റാർട്ട് ടുഡേ. ദെൻ ടൈപ്സ് ഓഫ് ഓൺലൈൻ ടീച്ചിങ് ആണ്. നമുക്ക് 3 ടൈപ്പ് ആക്കാം ഓൺലൈൻ ടീച്ചിങ്ങിന്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കോച്ച്, മെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് 1-to-1 സെഷൻ ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഞങ്ങൾ കൂടുതലും കൊടുക്കുന്നത് 1-to-1 ട്യൂഷൻ തന്നെയാണ്. 1-to-1 പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ കൂടുതൽ അവര് പ്രിഫർ ചെയ്യുക. കാരണം മോന് അല്ലെങ്കിൽ ഒരു മോനോ അല്ലെങ്കിൽ ഒരു മോൾക്ക് വേണ്ടി മാത്രമായിട്ടായിരിക്കും ഒരു ടീച്ചർ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവരെ മാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഗൈഡ് ചെയ്താൽ മതി.
അപ്പൊ നമുക്ക് എന്താണ് കൂടുതൽ റിസൾട്ട് കിട്ടും. റിസൾട്ട് ഓറിയന്റഡ് ആണ് ഈ 1-to-1 സെഷൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് കൂടുതൽ പോപ്പുലർ ആണ്. ദെൻ മൈക്രോ ബാച്ചസ് കുറച്ചും കൂടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് കുറച്ചും കൂടെ ഫീസിന് കുറവായിരിക്കും. ദെൻ പക്ഷെ ടീച്ചേഴ്സിനെ നമ്മളൊക്കെ സംബന്ധിച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യണ്ടാവും, കുറച്ച് എമൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്കെയിലബിൾ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് മൈക്രോ ബാച്ചസ് വരുന്നത്, അതായത് ചെറിയ ഗ്രൂപ്പുകൾ. ദെൻ നമുക്ക് ലാർജ് ഗ്രൂപ്പ് വരുന്നുണ്ട്. നമുക്കറിയാം സൈലം ഒക്കെ പോലെ നമുക്ക് ഇപ്പൊ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ ഇപ്പൊ ആപ്പ് ത്രൂ ഒക്കെ ആണെന്നുണ്ടെങ്കിലും മാസ് ഓഡിയൻസിന് നമുക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അങ്ങനെയാണ് ലാർജ് ഗ്രൂപ്പ് വരുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് 3 ടൈപ്പിൽ ഓൺലൈൻ ടീച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇനി എന്തൊക്കെ ടൂൾസുകൾ നമുക്ക് അറിയണം, എന്തൊക്കെ ടൂൾസുകൾ അറിയണം? ഇതിലുള്ളത് ഞാൻ ജസ്റ്റ് നമുക്ക് കണ്ട പരിചയം തോന്നുന്ന കുറച്ചെണ്ണം കൊടുത്തു എന്നേ ഉള്ളൂ. അതായത് വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂളുകൾ നമ്മൾ അറിയണം. അതായത് മെയിൻലി നമ്മൾ ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുമ്പോൾ വീഡിയോ കോൺഫറൻസിങ് ആണല്ലോ. അപ്പോൾ അതിന് പല ആപ്പുകളും ഉണ്ട്, അവൈലബിൾ ആണ്. ആപ്പുകൾ നമുക്ക് പറയാം, ഒരു നമ്മൾ ചില ടീച്ചേഴ്സ് ഒക്കെ വാട്സപ്പ് ത്രൂ പോലും ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം യൂസ് ചെയ്യാം, ടീച്ച് മീറ്റ് യൂസ് ചെയ്യാം. പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് എന്താണ് പറയാ സൈറ്റുകളൊക്കെ ഉണ്ട്, സൈറ്റുകൾ അങ്ങനെ ആപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കോൺഫറൻസിങ് ടൂളുകൾ, വീഡിയോ കോൺഫറൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ നമ്മൾ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഓൺലൈൻ ടീച്ചിങ്ങിൽ ബോർഡ് എഴുതി കുട്ടികൾക്ക് എന്തെങ്കിലും എഴുതി കാണിച്ചു കൊടുക്കണം, പോയിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ അത് വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്കൂളുകളിലൊക്കെ എന്താ സ്മാർട്ട് ബോർഡ് അല്ലെ, സ്മാർട്ട് ബോർഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഓൺലൈനിൽ സ്മാർട്ട് ബോർഡുകൾ. ഓക്കെ, സ്മാർട്ട് ആയിട്ടുള്ള വൈറ്റ് ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. AI ടൂളുകൾ, AI യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെ ഓൾറെഡി ഇമേജസ് കൊണ്ടുവരാം, വീഡിയോസ് കൊണ്ടുവരാം, ടെക്സ്റ്റ് കൊണ്ടുവരാം, വർക്ക്ഷീറ്റുകൾ കൊണ്ടുവരാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഉള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വൈറ്റ് ബോർഡുകൾ നമുക്ക് ഉണ്ട്. നമുക്ക് ഒരുപാട് ടൂൾസുകൾ ഉണ്ട്, അവൈലബിൾ ആണ്, ഡിജിറ്റൽ ടൂൾസുകൾ. അതുപോലെ പ്രസന്റേഷൻ നമുക്ക് എപ്പോഴും ഒരു വിഷ്വല് നമ്മൾ കൊണ്ടുവരുമ്പോഴായിരിക്കും ക്ലാസ് കൂടുതൽ കുട്ടികളെ ശ്രദ്ധിച്ചിരിക്കുന്നൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വലിയ ആളുകളാണെങ്കിൽ പോലും പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അപ്പൊ അതിൽ ഒരു ടൂള് നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് ഗാമ AI ആണ് നമ്മൾ പഠിക്കുക. ഗാമ നമ്മൾ ഇന്ന് പഠിക്കും എങ്ങനെയാണ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി അത് മാത്രമല്ല, അതല്ലാതെ കുറെ ടൂൾസുകൾ ഉണ്ട്, നമ്മളത് മെയിൻ വർക്ക്ഷോപ്പുകളിലൊക്കെ പഠിക്കും. ദെൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് LMS പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയും. അതായത് നമുക്കിപ്പോ വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അപ്ലോഡ് ചെയ്യണം, അല്ല നമ്മൾ ഇപ്പൊ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനൊക്കെ പറ്റുള്ള ഡാറ്റാസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആപ്പുകളാണ് അല്ലെങ്കിൽ ടൂളുകളാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ LMS പ്ലാറ്റ്ഫോമുകൾ. ദെൻ അസസ്മെന്റ് ടൂളുകൾ. ഓക്കെ, നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഇത് അസസ് ചെയ്യുക, എക്സാം കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഗെയിമിഫിക്കേഷൻ, എക്സാമിലൊക്കെ ഗെയിമിഫിക്കേഷൻ വന്നു, എക്സാം ഒക്കെ ഗെയിം പോലെ കുട്ടികൾക്ക് കളിച്ച് ആൻസർ ചെയ്യാനൊക്കെ പറ്റുന്ന, അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ ഡാറ്റ അവർ എത്ര തന്നെ തെറ്റിച്ചു എങ്ങനെയാണെന്നല്ല നമുക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് തരും. അവർക്കാണെന്നുണ്ടെങ്കിൽ അതൊരു ഗെയിം പോലെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ടാസ്ക് അങ്ങനെയായിട്ട് അവർക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ അസസ്മെന്റ് ടൂളുകൾ ഉണ്ട്. അല്ലാതെ AI ആണ്, അല്ലെങ്കിൽ അല്ലാതെ ഡിജിറ്റൽ ടൂള് വേറെ ഉണ്ട്. നമുക്ക് ഇപ്പൊ ഗൂഗിൾ ഫോം പോലെ നിങ്ങൾ എന്താണ് ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്യുന്നത്, പലപ്പോഴും നമുക്ക് ഗൂഗിൾ ഫോമുകൾ ഫില്ല് ചെയ്യാൻ വരാറുണ്ട് അല്ലെ. ഒരു ലിങ്ക് അയച്ചാൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതില് ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്തിട്ട് പോവാം. നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്ത് എടുക്കാം. നമ്മൾ കുട്ടികളൊക്കെ ചെയ്ത ആൻസറിന്റെ ഒക്കെ ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഫോട്ടോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാനും അങ്ങനത്തെ ഒക്കെ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുന്ന അസസ്മെന്റ് ടൂളുകൾ ഉണ്ട് നമുക്ക്. അതുപോലെ അതൊക്കെ ഓൺലൈൻ ടീച്ചിങ്ങിൽ അത്യാവശ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ദെൻ ഫയൽ ഷെയറിംഗ് ആൻഡ് സ്റ്റോറേജ്, നമ്മൾ ഫയൽ ഷെയർ ചെയ്യാനും സ്റ്റോറേജ് ചെയ്യാനുമുള്ള ടൂളുകൾ. ഓക്കെ, സോ ഇങ്ങനെ ഇത്രയും ടൂളുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മളൊരു സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് നമ്മളൊരു കമ്പനിയുടെ താഴെയല്ല, നമ്മളൊരു ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മെറ്റ ആഡ്സ് പോലെ നമുക്ക് ആഡ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൂളുകൾ നമുക്ക് പഠിക്കാം. അതുപോലെ നമ്മൾ ഒരു ഓൺടർപ്രണർ ഒക്കെ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് മാർക്കറ്റിംഗിൽ, അതായത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് FBയിൽ എന്താണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം.
ദെൻ എസെൻഷ്യൽ സ്കിൽസ് ഫോർ ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത്, ഓൺലൈൻ ടീച്ചിങ്ങിൽ നമ്മൾ മെയിൻലി നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി തന്നെയാണ് വേണ്ടത്. സോ കംഫർട്ട് വിത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് ടൂൾസ് എന്നുള്ളതാണ്. നമുക്ക് അത്യാവശ്യം അതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അത് എല്ലാ ടീച്ചിങ്ങിലും അങ്ങനെ തന്നെയാണ് അല്ലെ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണം. ക്ലിയർ ആയിട്ട് എൻഗേജിങ് ആയിട്ട് നമ്മൾ കോണ്ടന്റുകളൊക്കെ ഡെലിവർ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ് പറയാ, നല്ല കോണ്ടന്റുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ക്ലാസ്സിൽ. എന്നിട്ട് അവർക്ക് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ദെൻ ക്ലാസ് റൂം മാനേജ്മെന്റ്. അപ്പൊ ഓൺലൈൻ ക്ലാസ് കൂടെ ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് റൂം മാനേജ് ചെയ്യുക? നമുക്കതിന് ഹോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ കോൺഫറൻസിങ് ടൂളുകളിലൊക്കെ ഹോസ്റ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. നമ്മളാണ് ഹോസ്റ്റ്, നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കുറെ ഹോസ്റ്റ് കൺട്രോൾസ് ഉണ്ട്. ആ കൺട്രോൾസുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ ആണ്, കൃത്യമായിട്ട് ക്രിയേറ്റിംഗ് എ എൻഗേജിങ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്. അപ്പൊ ഓക്കെ, നമുക്ക് പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിലും ഇമേജസ് ആണെങ്കിലും പോസ്റ്റർ ആണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കുള്ള വർക്ക് ഷീറ്റ്സുകൾ ആണെന്നുണ്ടെങ്കിലും അസസ്മെന്റ് ആണെങ്കിലും അതൊക്കെ എന്താണ് നല്ല എൻഗേജിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അതുപോലെ അഡാപ്റ്റബിലിറ്റി ആണ്. എല്ലാ സ്റ്റുഡൻസിന്റെ നീഡ്സിനും ടെക് ഇഷ്യൂസിനും നമ്മൾ അഡാപ്റ്റബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ടെക് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് പരിഹരിക്കാനൊക്കെ നമുക്ക് AI ടൂൾസുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ആപ്പുകൾ നമുക്ക് അറിയാത്തുണ്ടെങ്കിൽ നമുക്ക് അതിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് AI ടൂൾസുകൾ വെച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഞാൻ എന്നെ എന്താണ് നമ്മളൊരു AI ടൂളുകൾ ഇപ്പൊ ഞാനൊരു എന്റെ മെന്ററുടെ വഴി ഞാൻ പഠിച്ചു. പിന്നെ നമുക്ക് കൂടുതലായിട്ട് അറിയണം. അപ്പൊ അത് മാത്രമല്ല, കാരണം AI ടൂൾസുകളല്ലേ, AI ആണ് അതിപ്പോ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്, പുതിയ ടൂൾസുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ അതൊക്കെ അറിയുക, എങ്ങനെ പഠിക്കുക, അതിനൊക്കെയുള്ള AI ടൂൾസുകൾ ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ അറിയുക, പഠിക്കുക. അതുപോലെ തന്നെ എൻഗേജ്മെന്റ് ടെക്നിക്സ് ക്ലാസ്സിൽ വളരെ ഇന്ററാക്റ്റീവ് മെത്തേഡ്സ് ടു ഇൻവോൾവ് സ്റ്റുഡൻസിനൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ട്, എന്താ പറയാ, നമ്മളെ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണം അവർക്ക്. എന്താ പറയാ, നമ്മള് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു വെബിനാർ നമ്മൾക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരിക്കണം ക്ലാസ്സുകൾ. അതുപോലെ നമ്മള് ഐസ് ബ്രേക്കിംഗ് സെഷൻസും വാം അപ്പ് ആക്ടിവിറ്റീസും ഇങ്ങനത്തെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് കുട്ടികളെ എൻഗേജ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റണം. അതുപോലെ തന്നെ അസസ്മെന്റ് സ്കില്ല്, അത് ഞാൻ പറഞ്ഞു, നമ്മൾ അസസ് ചെയ്യണം കുട്ടികളെ. എന്താണ് അസസ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. നമ്മൾ ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ വെറുതെ കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ അവർക്ക് കിട്ടിയോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താനുള്ള അങ്ങനത്തെ അസസ്മെന്റ് ടൂളുകൾ, നമുക്ക് ഡിജിറ്റൽ ടൂളുകൾ കുറെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് മാസ്റ്റർ ചെയ്യണം. ദെൻ ടൈം മാനേജ്മെന്റ്, കൃത്യമായ ടൈമിൽ നമുക്ക് അല്ലെങ്കിൽ ഇത്ര ടൈമിന്റെ ഉള്ളിൽ നമുക്ക് ആ പോർഷൻസ് തീർക്കണം, അല്ലെങ്കിൽ ഇത്ര ഇതിൽ നമ്മൾ ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് ടൈം ഒക്കെ മാനേജ് ചെയ്യണം. ദെൻ പേഷ്യൻസ് ആൻഡ് എംപതി ആണ് അനദർ തിങ് പറയുന്നത്. അത് ഓൺലൈൻ ടീച്ചിങ്ങിൽ മാത്രമല്ല, ഓഫ്ലൈൻ ടീച്ചിങ്ങിലാണെങ്കിലും പേഷ്യൻസ് ആൻഡ് എംപതി ഉണ്ടായിരിക്കണം. കാരണം ഡൈവേഴ്സ് ലേണേഴ്സ് ചാലഞ്ചസ് നമ്മൾ മനസ്സിലായിരിക്കണം. നമുക്കറിയാം നമ്മളെ പോലെയല്ല അവരെ പോലെയല്ല നമുക്കും അവർക്കും അല്ലെങ്കിൽ പല പല കുട്ടികൾക്കും പല പല കഴിവുകളാണ്. അതുപോലെ തന്നെ അവർക്ക് ലേണിംഗ് ചാലഞ്ചസ് ഉണ്ടായിരിക്കും, ചില ലേൺ ഡിസബിലിറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഓരോ സ്റ്റുഡന്റും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും നമുക്ക് ഓരോരുത്തർക്കും. ദെൻ കണ്ടിന്യൂസ് ലേണിംഗ് ആണ് നെക്സ്റ്റ് തിങ്. ദെൻ റെഗുലർലി അപ്ഡേറ്റിംഗ് ടീച്ചിങ് സ്കിൽസ് എന്നുള്ളതാണ്. കാരണം നമുക്ക് സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്ത്, ഇപ്പൊ നിങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് തന്നെയാണ്, നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അറിയണം എന്ന് വിചാരിച്ചിട്ട് വന്നവരാണ്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാം? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഓർഗാനിക് സ്ട്രാറ്റജിയാണ്, രണ്ടാമത്തത് പെയ്ഡ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഓർഗാനിക് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് ഞാൻ നെക്സ്റ്റ് പറയാം. പെയ്ഡ് സ്ട്രാറ്റജിനെ പറ്റിയിട്ട് ഇപ്പൊ ആദ്യം പറയാം. അതായത് ക്വിക്ക്ലി നമുക്ക് ഒരു ലാർജർ ഓഡിയൻസിൽ ആളുകളെ എത്തിക്കണമെങ്കിൽ അഡ്വർടൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മൾ പരസ്യം കൊടുക്കുക. പണ്ടൊക്കെ പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിന്റെ ഉള്ളിൽ നോട്ടീസ് വെച്ചിട്ടോ മറ്റേ എന്താ പറയാ ഒരു പല ടിവികളിൽ പരസ്യം കൊടുക്കുക, അങ്ങനെ അങ്ങനെ എന്താണ് പറയാ മാസ് ഓഡിയൻസിനെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ അല്ല ഇതിലൊക്കെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരിലേക്കും എത്തും അല്ലെ. എല്ലാവരിലേക്കും എത്തും എന്ന് പറഞ്ഞാൽ വേണ്ടവർക്കും വേണ്ടാത്തവർക്കും ഒക്കെ എത്തും. പക്ഷെ ഇവിടെ മെറ്റ ആഡ്സ് വന്നതിന് ശേഷം, അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ആഡ് വന്നതിന് ശേഷം നമുക്ക് അങ്ങനെയല്ല, ടാർഗറ്റ് ചെയ്തിട്ട്
ഇത്ര, അതായത് മെയിൽ മാത്രം കണ്ടാൽ മതി, ഫീമെയിൽ മാത്രം കണ്ടാൽ മതി, ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ഉള്ളത് കണ്ടാൽ മതി, ഈ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കണ്ടാൽ മതി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ തുറക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്തതിന്റെ റിസൾട്ട് ആണ്, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആഡ് ആയിട്ട് കാണാം. നിങ്ങളൊക്കെ ആഡ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ആഡ് കാണുന്നത് എന്താണ്, നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിന് കാരണം ഇതാണ്, മെറ്റ ആഡ് കൊടുക്കുക, അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് ഒക്കെ കഴിയുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഡെയിലി ഒരു 80 റുപ്പീസ് മുതൽ 80 രൂപ 89 രൂപ മുതൽ എന്ത് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മിനിമം എമൗണ്ട്, അതിൽ എത്രയും കൂടുതൽ നമുക്ക് ഒരു ഡേയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് കുറച്ച് ഓർഗാനിക് സ്ട്രാറ്റജീസ് നോക്കാം. എങ്ങനെയാണ് സ്റ്റുഡൻസിനെ അക്വയർ ചെയ്യുക. സ്റ്റുഡൻസിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റെഫറൽസ് വഴി, അതായത് ഓർഗാനിക് ആയിട്ട് നമ്മൾ പെയ്ഡ് ഒന്നും ചെയ്യാണ്ട് റെഫറൽ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ആളുകൾ പറഞ്ഞറിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റെഫർ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആളുകൾക്ക് ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഷെയർ ചെയ്ത് അങ്ങനെ എന്ത് ചെയ്യാം, റെഫറൽ വഴി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ദെൻ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആവും. നമ്മൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടാറില്ലേ, അതേപോലെ ഇതിൽ സ്റ്റോറീസ് ഇടുക, പോസ്റ്റ് ഇടുക, ഇങ്ങനെ ആളുകൾ പബ്ലിക് ആക്കുക നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ. എന്നിട്ട് അങ്ങനെ എല്ലാവരും കാണുന്ന രീതിയിൽ നമ്മളിങ്ങനെ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എന്താണ്, ഇവര് ചെയ്യുന്ന ഇന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇടുക. അപ്പോൾ നമ്മളിലേക്ക് എൻക്വയറീസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് ടെക് കമ്പനീസ് ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതിലൊക്കെ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിടുക. അപ്പൊ നമുക്ക് അതിലുള്ള എൻക്വയറീസ് നമുക്ക് വരും. അതുപോലെ അവർക്ക് ഫ്രീ ഡെമോസ് കൊടുക്കേണ്ടി വരും. അവർക്ക് മാത്രമല്ല, നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ഡെമോസ് ഒക്കെ നിങ്ങൾ വാഗ്ദാനം ചെയ്യുക. ഫ്രീ ഡെമോ നിങ്ങൾ തരാം. നിങ്ങളുടെ ക്ലാസ് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡെമോയിൽ നമ്മൾ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് സ്റ്റുഡൻസിന് കിട്ടും. ദെൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മളെ ടോപ്പിക് എന്താണോ അതുമായിട്ട് റിലേറ്റ് ചെയ്യാതെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് വന്നിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. ജസ്റ്റ് നമുക്ക് എഡ്യൂക്കേഷണൽ കോണ്ടന്റുകളൊക്കെ, അതായത് നമ്മളെ ടോപ്പിക് റിലേറ്റഡ് കോണ്ടന്റുകളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അപ്പൊ യൂട്യൂബിലൊക്കെ ആളുകൾ ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആളുകൾ ചെയ്യുന്ന പോലെ ആ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണും. അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ടീച്ച്മെന്റ് ഇതിൽ പെട്ടതല്ല, ആപ്പാണ് ജസ്റ്റ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, സൈറ്റുകളിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെയൊക്കെ. ഓക്കെ, ഓരോ ടെക് കമ്പനീസിന്റെ സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ടീച്ചർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്തിടാം. അതുപോലെ ഹൗ ടു ഡു പ്രൊഫഷണൽ ഡെമോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ലൈവ് ഫ്രീ ആയിട്ട് ഡെമോ കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ചിലപ്പോൾ റെക്കോർഡഡ് ആയിട്ടാവും, ചിലപ്പോൾ ലൈവ് ആയിട്ടായിരിക്കും. അപ്പൊ ലൈവ് ആയിട്ടൊക്കെ നമ്മൾ റെക്കോർഡഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം വളരെ നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ടോപ്പിക്കും ലെവല് ടൈമിംഗ് അനുസരിച്ച് നമുക്ക് ഇത്ര ടൈമിന്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ടൈമിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ലെസൺ പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. ഒക്കെ AI യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലെസൺ പ്ലാനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. മെറ്റീരിയൽസ് ഒക്കെ റെഡിയാക്കി വെക്കാം. മെറ്റീരിയൽസ്, ലെസൺ പ്ലാൻ, ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, AI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ്സുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒക്കെ സിമ്പിൾ ആയി മാറി. ഇപ്പോ ഒന്നിനും നമ്മള് വലിയ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ, ഇതിനൊന്ന് ഇറങ്ങിയാൽ മതി. ഓക്കെ, ദെൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഞാനൊക്കെ ടീച്ചേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ലൈവ് ഡെമോ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ റെക്കോർഡ് ഡെമോ ഒക്കെ നമ്മൾ കണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ലൈവ് ഡെമോ ഒക്കെ നമ്മൾ അവരെ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്റ്റുഡൻസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയോ, മാത്സിന്റെ ബുക്ക് എടുത്ത മോനെ നമുക്ക് മാത്സ് എടുക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ അവർ ക്യാമറ ഓൺ ആക്കില്ല, നീ ഓണാക്കി ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മെസ്സേജ്, അതല്ലെങ്കിൽ ഒരു ശ്രദ്ധിക്കില്ല തീരെ. നമ്മൾ ഒരു പ്രൊഫഷണലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഗ്രീറ്റ് ചെയ്യണം അവരെ. അതുപോലെ നമ്മൾ ജസ്റ്റ് സെൽഫ് ഇൻട്രോ പറയണം, അവരുടെ ഒന്ന് ചോദിക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഇന്ന ഒരു ഗോൾ, നമുക്ക് ഇന്ന ഒരു ഒബ്ജക്റ്റീവ് ആണ്, ടീച്ചിങ് ഒബ്ജക്റ്റീവ് എന്താണെങ്കിൽ ലെസൺ ഗോൾ എന്താണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ തന്നെ ഒരു കുട്ടി, നമുക്കൊരു ലേണിംഗ് റെഡിനെസ് എന്ന് പറയുന്ന സംഭവമാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുട്ടി ലേൺ ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ജസ്റ്റ് നമ്മൾ ചെന്ന് നമ്മളെ അറിയില്ല, അവരെ അറിയില്ല, അപ്പൊ നമ്മൾ വെറുതെ വന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒരു അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരിക്കും നമ്മളൊന്ന്
ഭയങ്കര സ്മൈൽ ചെയ്ത് അവരെ ഗ്രീറ്റ് ചെയ്ത് നമ്മള് ഒന്ന് പരിചയപ്പെടുത്തി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് അവരെ ഒന്ന് കൂളാക്കിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള റിസൾട്ട് നമുക്ക് വേറെ ഉണ്ടായിരിക്കും. സോ അതുപോലെ തന്നെ മെത്തേഡ് എന്ന് പറയുന്നത് ഐ ഡു വി ഡു യു ഡു മെത്തേഡ് ആണ്. ജസ്റ്റ് ഐ ഡു മാത്രമല്ല നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാ, ഓക്കെ ഇതാണ് നിങ്ങളുടെ ക്ലാസ് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യരുത്. ദെൻ ഐ ഡു വി ഡു യു ഡു മെത്തേഡ് ആണ് വേണ്ടത്. ഞാൻ പറയണം, അതുപോലെ നമ്മളെ പറയണം, അവരെ കൊണ്ട് അവരെ മീൻസ് നമ്മുടെ സപ്പോർട്ടോട് കൂടി അവരെ കൊണ്ട് അത് ചെയ്യിക്കുക അല്ലെങ്കിൽ പറയിക്കുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക. ദെൻ അവരെ കൊണ്ട് മാത്രമായിട്ട് നമ്മൾ ചെയ്യിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്, വിഷ്വൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ മെത്തേഡ് വരേണ്ടത്. ദെൻ ടെക്നോളജി, നമുക്ക് ഡെമോ ആണ്, നമുക്ക് എന്തെങ്കിലും അറിയാന്നുള്ളത് അവർക്ക് അറിയണമല്ലോ. സോ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുക, സ്ക്രീൻ ഷെയർ ചെയ്യുക, AI ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഇംപ്രസ് ചെയ്യാം. ദെൻ എൻഗേജിങ് ടെക്നിക്സ് ആണ് നമ്മൾ അവരുടെ പേര് വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ കുറച്ചും കൂടെ പാമ്പർ ചെയ്ത് മോനെ കുട്ടാന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അതൊക്കെ കുറച്ചും കൂടെ അവർക്ക് ഒരു അഫെക്ഷൻ ഉണ്ട്, നമ്മളിട്ടൊരു ഒരു കണക്ഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അല്ലെങ്കിൽ പേര് വിളിക്കുക, ജസ്റ്റ് വെറുതെ പറയാതെ. അതുപോലെ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇങ്ങനെ പ്രൈസ് ചെയ്യുക. അതായത് അവർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെറിയൊരു ആൻസർ ആണ് ശരിയാക്കിയതെങ്കിൽ പോലും പ്രൈസ് ചെയ്യുക, അവരെ നന്നായിട്ട് നല്ല അപ്രീഷിയേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ അവർക്ക് അത് ഭയങ്കരമായിട്ട് പിന്നീട് പറയാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ അവര് ഒരു അപ്രിസിയേഷൻ പ്രതീക്ഷിക്കും. നമ്മളാണെങ്കിലും അല്ലെ, നമ്മളൊരു നല്ല കാര്യം ചെയ്താല് നമുക്കൊരു നല്ലതെന്നുള്ളല്ലേ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലെ. അതേപോലെ തന്നെയാണ് സ്റ്റുഡൻസിന് ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പ്രൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെമോയിൽ ഭയങ്കര അവർക്കൊരു ഇംപ്രഷൻ തോന്നും. ദെൻ ഇംപ്രസീവ് ആവും അവര്. ദെൻ മാനേജ് ചെയ്യുന്നത് പൊളൈറ്റ് ഡിസിപ്ലിൻ ആൻഡ് ബാക്കപ്പ് പ്ലാൻ ഒക്കെ ഉണ്ടായിരിക്കാൻ വേണ്ടി ജസ്റ്റ് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കറണ്ട് പോയി, നെറ്റ് ഇല്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പ്രസന്റ് വളരെ ക്ലിയർ ആൻഡ് സിമ്പിൾ ആൻഡ് പ്രൊഫഷണൽ ലുക്കിലാണ് പ്രസന്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ക്ലോസിങ് റിവ്യൂ, ജസ്റ്റ് ഒരു റിവ്യൂ അവരെ കൊണ്ട് പറയിപ്പിക്കുക, നമ്മൾ കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്വിക്ക് ടാസ്ക് കൊടുത്തിട്ട് നമ്മൾ ആ സെഷൻ അവർക്ക് കിട്ടി എന്നുള്ളതൊന്ന് ഉറപ്പിക്കാൻ ജസ്റ്റ് ഒരു ക്വിക്ക് ടാസ്ക് കൊടുത്ത് താങ്ക് ആൻഡ് സ്മൈലോടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡെമോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ അപ്പൊ എന്താണ്, അവർക്ക് ഒരു ഇംപ്രസ്ഡ് ആയിരിക്കും അവര്. അങ്ങനെ ഡെമോ ചെയ്യുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് ടീച്ചേഴ്സിന്റെ ഡെമോ കാണുന്നത്, നമുക്ക് റെക്കോർഡ് ഡെമോ ഒക്കെ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മള് മീൻസ് ആ ഒരു ടീച്ചർക്ക് സ്റ്റുഡൻസിനെ കൊടുക്കാൻ നമുക്ക് തോന്നില്ല. സംസാരിക്കുന്നതാണെങ്കിലും ഭയങ്കര ഇതായിട്ടായിരിക്കും, അല്ലെങ്കിൽ എനർജി നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ എടുക്കുന്ന കാര്യങ്ങളിൽ ഒരു ഒരു ഇതുണ്ടാവില്ല. എന്താ പറയാ, നമുക്ക് ചില ഡെമോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈവ് ഡെമോ പോലും കൊടുക്കാണ്ട് അവർക്ക് സ്റ്റുഡൻസിനെ കൊടുക്കാൻ വേണ്ടി തോന്നും. അപ്പൊ അങ്ങനെ രീതിയിൽ ഡെമോ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, സോ ഫ്യൂച്ചർ റെഡി ഓൺലൈൻ ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ലൈവ് സെഷൻസ് മാത്രമാണ് കൊടുത്തിരുന്നത്, പ്ലസ് ആ ക്ലാസിന്റെ റെക്കോർഡും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ജസ്റ്റ് എല്ലാവർക്കും ആക്സസിബിൾ ആവണം എന്ന് കരുതിയിട്ട് നമ്മൾ ഒന്നും കൂടി പ്ലാനുകളിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടുക എന്ന് ഞാൻ പറയാം. AI ടൂൾസ് ടീച്ചിങ്ങിനുള്ള നമുക്ക് ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ, ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ, പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും എന്തിനൊക്കെ നമ്മൾ AI ടൂൾസുകൾ ടീച്ചിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിജിറ്റൽ ടൂൾസുകൾ, എല്ലാ AI ടൂൾസുകളും അല്ല, മാക്സിമം നമുക്ക് അത്രയും ഡേയ്സ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന AI ടൂൾസുകൾ, അത് വളരെ നമുക്ക് അത്യാവശ്യമുള്ള AI ടൂൾസുകളെല്ലാം നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ ഡിജിറ്റൽ ടൂൾസുകൾ എന്തൊക്കെ നമ്മൾ അറിയണം. ഡിജിറ്റൽ ടൂൾസ്, AI ടൂൾസ് ഡിജിറ്റൽ ടൂളുകൾ തന്നെയാണ്, പക്ഷെ എല്ലാ AI ടൂളുകളും എന്താണ് ഡിജിറ്റൽ ടൂളാണ്. പക്ഷെ എല്ലാ ഡിജിറ്റൽ ടൂളുകളും എന്തല്ല, AI ടൂളുകളല്ല. അപ്പൊ ഡിജിറ്റൽ ടൂൾസുകൾ, ടീച്ചേഴ്സിന് വേണ്ട ഡിജിറ്റൽ ടൂളുകൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ് ടെക്നിക്ക് നമ്മൾ പഠിക്കാം. അതുപോലെ തന്നെ ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റീസ് ഫോർ എൻഗേജിങ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ വളരെ കുറച്ച് എൻഗേജിങ് ആക്കാൻ വേണ്ടിയുള്ള ഐസ് ബ്രേക്കിംഗ് സെഷൻസുകൾ, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഒക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ള ബ്രെയിൻ ജിമ്മുകൾ നമുക്ക് സ്റ്റുഡൻസിനെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ആഡ് കൊടുക്കാൻ പഠിക്കാം. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ്, ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ആൻഡ് ലോഗോ മേക്കിംഗ് ആൻഡ് പോസ്റ്റർ മേക്കിംഗ് ഒക്കെ എങ്ങനെയാണ്, AI വീഡിയോസ് ആൻഡ് ഇമേജസ് ഒക്കെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, PPT ക്രിയേറ്റ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ വർക്ക്ഷോപ്പുകളിൽ പഠിക്കും. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക്
നമ്മുടെ പ്ലാനുകളൊക്കെ ഒന്ന് കാണാം. ജസ്റ്റ് പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളാണെങ്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുക. പ്ലസ് വാട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇതിൽ ലൈവ് ക്ലാസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് 1999 ആണ് നിങ്ങൾക്ക് ഫീ വരിക. ഓക്കെ, ഇതിൽ ലിമിറ്റഡ് ഓഫർ ആണ്. ഒരു 999 മാത്രം മതി നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാവുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ റെക്കോർഡഡ് വീഡിയോ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടും ഉണ്ടായിരിക്കും. സോ അതാണ് പ്രീ റെക്കോർഡഡ്. ദെൻ നമുക്ക് ലൈവ് സെഷൻ വരുന്നത് 2 എണ്ണമാണ്. ഒന്ന് പ്രോ ടീച്ച് 15 ലൈവ് എന്ന് പറയുന്നത് ഒരു ബാച്ച്, അതായത് 15 ഡേയ്സിന്റെ നമുക്ക് ലൈവ് ക്ലാസ്സും അതിന്റെ റെക്കോർഡും ലൈവ് ആയിട്ടുള്ള സപ്പോർട്ട്, പ്രാക്ടിക്കൽ ലേണിംഗ് ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഡെമോ ചെയ്യിക്കും. അതുപോലെ അതിന്റെ ഫീഡ്ബാക്ക്, അങ്ങനെ നമുക്ക് ഫുള്ളി 15 ദിവസം ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാം ഉൾപ്പെടുന്ന 15 ഡേയ്സിന്റെ ലൈവ് ക്ലാസ് ആണ് ഈ ഒരു പ്രോ ടീച്ച് 15 ലൈവ് എന്ന് പറയുന്നത്. ഓക്കെ, 3500 ആണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്. അത് 15 ഡേയ്സിന്റെ ഒരു ഓഫർ ആണ്. നമുക്ക് ഈ കുറച്ച് ലിമിറ്റഡ് ഓഫർ ആണ്. 2499. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെ ആക്സസ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് 7 ഡേയ്സിന്റെ ജസ്റ്റ് അപ്പൊ നിങ്ങൾ ഓൾറെഡി ടീച്ചിങ്ങിലൊക്കെ ഉള്ള ആളുകളാണ്. നിങ്ങൾക്ക് എന്ത് വേണ്ട, മെറ്റാഡ്സിന് വേണ്ട, ബ്രെയിൻ ജിമൈസ് ബ്രേക്കേഴ്സ് കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് AI ആൻഡ് ഡിജിറ്റൽ ടൂൾസുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു പ്രാക്ടിക്കൽ ലേണിംഗ് ആണ്, ലൈവ് ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് 7 ഡേയ്സിന്റെ ഒരു ക്ലാസ് വരുന്നത് 2500 ആണ് പേയ്മെന്റ് വരുന്നത്. ദെൻ നിങ്ങൾക്ക് 7 ഡേയ്സിന്റെ ഒരു ഓഫർ ഉണ്ട്. ഓക്കെ, അതിന് നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നുണ്ട്. ഓക്കെ, 1499 ആണ് നമുക്ക് ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു പേയ്മെന്റ് വരുന്നത്. ദെൻ 1-to-1 സെഷൻസ് ആണ്. ഓക്കെ, പ്രീമിയം മെമ്പർഷിപ്പ് ആണ്, മെന്റർഷിപ്പ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരാൾക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടായിരിക്കും. അങ്ങനെ ഗ്രൂപ്പ് ആവുമ്പോൾ ചിലപ്പോ തീരെ ബേസ് ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അതിൽ കുറച്ച് ബേസ് ഉള്ള കുറെയൊക്കെ വർക്ക് ചെയ്യുന്നവർ, അതിൽ AI ടൂൾസുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് അത് പഠിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ആ ഒരു ക്ലാസ് സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെയാണ്. അതായത് 1-to-1 ആണ്, പ്രീമിയം മെന്റർഷിപ്പ് ആണ്. ഓക്കെ, അത് 5 ഡേയ്സ് 10 ഡേയ്സ് ഒക്കെ ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് അത് കസ്റ്റമൈസ്ഡ് ആൻഡ് ഇൻഡിവിജ്വൽ മെന്ററിങ് ആയിരിക്കും അവിടെ കിട്ടുക. ഓക്കെ, ജസ്റ്റ് 4999 രൂപയ്ക്കാണ് 5 ഡേയ്സ് നിങ്ങൾക്ക് വരുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മെന്റർ ആണ് ഉണ്ടായിരിക്കാം. ഇതിൽ നമുക്ക് ഏതൊക്കെ വേണം, അങ്ങനത്തെ ടൂൾസുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയ മാത്രമായിട്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് 4 ഓപ്ഷൻസ് ആണ്. നമുക്ക് 4 പ്ലാനുകളാണ് വരുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ലൈവ് ക്ലാസ്സിൽ തന്നെ നമുക്ക് എല്ലാം ഒക്കെ കിട്ടുന്ന ഡെമോ ക്ലാസ്സുകളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന 15 ഡേയ്സിന്റെ വരുന്നുണ്ട്. AI ടൂൾസുകൾ മാത്രം വരുന്ന 7 ഡേയ്സ് വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് പ്ലാൻ എയുടെ ഒരു എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഉള്ളത് എന്ന് പറയാം കേട്ടോ. അതായത് 30+ റെക്കോർഡഡ് ലെസൺസ് ഉണ്ടായിരിക്കും അവിടെ. AI ടൂൾസുകൾ, ഡിജിറ്റൽ ടൂൾസുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മെറ്റാഡ്സ്, ഫേസ്ബുക്ക് പേജ്, പക്ഷെ ഒക്കെ എന്താണ്, റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഇതൊക്കെ എന്താണ്, റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ടാണ് കിട്ടുക. ദെൻ വാട്സ്ആപ്പ് ഡൗട്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ബുക്ക് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് AI പ്രോംപ്റ്റ്സുകൾ, അതുപോലെ ഐസ് ബ്രേക്കിങ്ങിന്റെ, ബ്രെയിൻ ജിമ്മിന്റെ ഒക്കെ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ അങ്ങനത്തെ എന്താ പറയാ, ഐസ് ബ്രേക്കിംഗ് എങ്ങനെയാണ്, ഐസ് ബ്രേക്കേഴ്സ്, ബ്രെയിൻ ജിംസുകൾ ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ടീച്ചേഴ്സിന് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ബുക്ക് കൂടെ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ജസ്റ്റ് 2000 ആണ് നമ്മൾ അതിന് പേയ്മെന്റ് വരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ജസ്റ്റ് 999 നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. ഓക്കെ, ദെൻ പ്രോ ടീച്ചർ 15 ലൈവില് ബെസ്റ്റ് വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോഴ്സാണ് അത്. അതായത് ജസ്റ്റ് 15 ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ടൂളുകൾ നമുക്ക് ലൈവായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലൈവായിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ്, വെറും 2499 രൂപക്ക് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ലൈവായിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. ഡെമോസ് ഒക്കെ നിങ്ങൾ ചെയ്യും, അങ്ങനെ നിങ്ങൾ പഠിക്കാം. ദെൻ അതിൽ മെറ്റാ ആഡ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ജസ്റ്റ് നമുക്ക് എന്താണ്, AI ടൂൾസ് ആൻഡ് ഡിജിറ്റൽ ടൂൾസ് മാത്രമായിട്ട് അത് അത്യാവശ്യം ടൂൾസുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓൾമോസ്റ്റ് 30
അല്ലെങ്കിൽ 30+ ഒക്കെ നിങ്ങൾക്ക് എന്താണ് AI ടൂളുകളും ഡിജിറ്റൽ ടൂൾസുകളായിട്ട് വരും. അപ്പൊ ആ ടൂളുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡയറക്റ്റ് ഇതുപോലെ ചെയ്ത് പഠിക്കാം. ഓക്കെ, 2500 ഫീസ് ഉള്ളത് ജസ്റ്റ് 1499 നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. പിന്നെ നമുക്ക് കൂടുതൽ, അതായത് നമ്മള് ബാക്കിയുള്ള എല്ലാ ഇതും വേണം, മെറ്റാഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ റെക്കോർഡഡ് ക്ലാസ്സസിന്റെ ആക്സസും കൂടെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ട് പറ്റും. അത് ജസ്റ്റ് 499 നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ട് പറ്റും ഈ ഫാസ്റ്റ് ട്രാക്കിൽ ജോയിൻ ചെയ്തവർക്ക്. ഓക്കെ, ഇനി പ്രീമിയം മെന്റർഷിപ്പിൽ ഞാൻ പറഞ്ഞു പേഴ്സണലൈസ്ഡ് കരിക്കുലം ആയിരിക്കും, കസ്റ്റമൈസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. സ്ക്രീൻ ഷെയർ നമ്മൾക്ക് ഡയറക്റ്റ് ഒരു കോച്ചിങ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ഡെമോ ക്ലാസ്സസ് ഒക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ബ്രാൻഡിങ്, പ്രൈസിങ് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മെറ്റാ ആഡ്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി തരും. അങ്ങനെ നിങ്ങളുടെ കൂടെ പേഴ്സണലി നമ്മൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നമ്മൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പ്രീമിയം 1-to-1 മെന്റർഷിപ്പ് വരുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കൂ, അല്ലെങ്കിൽ നമുക്ക് ഗാമ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കാം. ഓക്കെ, AI ടൂള് PPT എങ്ങനെയാണ് സെക്കൻഡുകൾ കൊണ്ട് PPT ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? റസീന, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പ്രസന്റേഷൻ. വളരെ നന്നായിട്ടുണ്ട്. കാരണം ഇതൊരു നീഡ് ഓഫ് ദ അവർ ആണ്. നമുക്ക് പല ആൾക്കാരും ഓൺലൈൻ ട്യൂട്ടറിംഗിൽ കയറി കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇവർ എന്താണെന്ന് പോലും. ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉള്ളത് വളരെ വളരെ അപ്രീഷിയബിൾ ആണ്. അപ്പൊ എന്റെ ചോദ്യം, ഇതിന് ടൈമിംഗ് എങ്ങനെയാണ്? എത്ര മണിക്കൂറാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഇപ്പം ഒരു 7 days എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? എത്ര മണിക്കൂറാണ്? നമ്മള് 1 hour ആണ് ഡെയിലി സെഷൻ വരുന്നത്. പക്ഷെ 1 hourൽ നമ്മള് ഡൗട്ട് ക്ലിയറൻസും എല്ലാവരും പ്രാക്ടിക്കലി ചെയ്യലുകൂടെ ആയിട്ട് നടക്കാത്തതുകൊണ്ട് തന്നെ 1.5 അല്ലെങ്കിൽ അതിൽ കുറച്ച് അങ്ങനെ ആയിട്ട് നമുക്ക് ടൈം വരും. എപ്പോഴും 1.5 മണിക്കൂറിൽ കൂടുതൽ നമുക്ക്, അല്ലെങ്കിൽ 1.5 മണിക്കൂർ എന്തായാലും നമുക്ക് ഓരോ സെഷനും പോകും. അത് ഗ്രൂപ്പ് ക്ലാസ് ആകുമ്പോൾ, ഇൻഡിവിജ്വൽ ക്ലാസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അവർക്ക് വേണ്ടി മാത്രമായിട്ടാകുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ പറയാ, അവർ മാത്രമായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ മതിയല്ലോ. മറ്റേത് ഞാൻ പറഞ്ഞു അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് ക്ലാസ് വരിക. അപ്പം അതിന്റെ ഒരു ഡിഫറൻസ് അവിടെ ആ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് കാണാൻ വേണ്ടിട്ട് പറ്റും. മറ്റേ പേഴ്സണലൈസ്ഡ് ആകുമ്പോൾ അവർക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. മറ്റേ നമ്മുടെ ലൈവ് സെഷൻസ് ഇപ്പോ വരുന്നത് ഒന്ന് ഉച്ചയ്ക്ക് വരുന്നുണ്ട്. ഇവിടെ നൂണില് ഒരു 2 to 2:30, 2:30 to 3:30 ഒരു സെഷൻ വരുന്നത്. ഒരു സെഷൻ വരുന്നത് 9 മണിക്കാണ്. രാത്രി ഇവിടെ 9 മണിക്കാണ് ഒരു സെഷൻ വരുന്നത്. അതൊരു 10:30 അങ്ങനെയൊക്കെ ആണ് നമ്മള് അത് അവസാനിക്കാറ്. 10:30, 10:45 ഇങ്ങനെയൊക്കെ. അപ്പോ അങ്ങനെ അത് കൂടുതൽ, എന്നാലും വലിയ ബാച്ച് ഒന്നല്ല. നമ്മുടെ ഒരു 10-13 സ്റ്റുഡൻസ് ഒക്കെ വരുന്ന ചെറിയൊരു ബാച്ചാണ്. ഓക്കെ, വെരി ഗുഡ്. അത് നന്നായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോ അങ്ങനെയാണ് നമുക്ക് ടൈം ഫ്ലെക്സിബിൾ. നമ്മളിപ്പോ ഈ ഒരു ബാച്ചിനോട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈമൊക്കെ തീരുമാനിക്കുക. അപ്പൊ കൂടുതൽ പേര് അബ്രോഡ് ഉള്ളവരായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഗൾഫ് കൺട്രീസിലുള്ള ആളുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മള് Monday to Friday എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് ഫ്രൈഡേ ലീവ് കൊടുത്ത് സാറ്റർഡേ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ബാച്ചിൽ കൂടുതൽ ആളുകൾ എങ്ങനെയാണോ അവർക്ക് അനുസരിച്ചിട്ട് നമ്മൾ ടൈമില് ഡേറ്റിലൊക്കെ അങ്ങനെ മാറ്റം വരുത്താറുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. സോ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗാമയിലേക്ക് പോയാലോ? എങ്ങനെയാണ് AI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം? ഓക്കെ, റെഡി ആണെങ്കിൽ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിക്കാം. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫോണില് അല്ലെങ്കിൽ ടാബിലോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് gama.app എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഞാനിതിന്റെ കൂടെ ഷെയർ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് gama.app എടുക്കുന്നതെങ്കിൽ ഓൾറെഡി സ്ക്രീൻ ഷെയറിംഗ് ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഇതിൽ കയറി എന്റെ സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീന് കാണുന്നില്ലേ? യെസ്, കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാരും ഒരുമിച്ച് ചെയ്യാട്ടോ. ഒപ്പം എടുക്കാൻ നിങ്ങൾക്ക് gama.app എന്നുള്ളത് എടുക്കുക.
ഡോട്ട് ആപ്പ്. ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഗാമ ആപ്പ് ക്രിയേറ്റ് PPTs ഇൻ ജസ്റ്റ് മിനിറ്റ് സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പൊ അതിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഗാമയിലേക്ക് ഒന്ന് പോവാണ്. ഓക്കെ, സൈറ്റ് ഒന്ന് മാറിയോ? ഓക്കെ, ഒന്നുകൂടെ എടുക്കുന്നു കേട്ടോ. ഗാമ ഡോട്ട് ആപ്പ്. പേരാണ് ഗാമ എന്നുള്ളതിൽ തന്നെ നമുക്ക് യെസ്, ഇവിടെ ഗാമ എന്നുള്ള സൈറ്റിൽ തന്നെ പോകണം കേട്ടോ. ഗാമ ഡോട്ട് ആപ്പിന്റെ സൈറ്റിൽ തന്നെ പോയിട്ട് ഗാമ ബെസ്റ്റ് AI പ്രസന്റേഷൻ ആൻഡ് പ്രസന്റേഷൻ മേക്കർ ആൻഡ് വെബ്സൈറ്റ് ബിൽഡർ എന്നുള്ള ഓപ്ഷനിലാണ് പോകേണ്ടത്. ഗാമ എന്നുള്ളതിൽ തന്നെ ജോയിൻ ചെയ്യുക. ഈ ഗാമ എന്നുള്ളതിൽ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ സൈൻ അപ്പിന്റെ ഒരു ഓപ്ഷൻ കാണിക്കും. അത് നിങ്ങൾ സൈൻ അപ്പ് കൊടുക്കുമ്പോൾ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ ചോദിക്കും നിങ്ങൾ എഡ്യൂക്കേറ്റർ ആണോ സ്റ്റുഡന്റ് ആണോ ആരാണെന്നൊക്കെ ചോദിക്കും. ആർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ്, എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഏകദേശം നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് കൊടുത്തിട്ട് ഈ ഒരു പേജിൽ എത്തിയെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് തംസ് അപ്പ് ചെയ്യാട്ടോ നിങ്ങൾ എത്തുമ്പോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്നിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കാൻ എന്തായാലും ക്രിയേറ്റ് ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ ആണ് കിട്ടുക. ക്രിയേറ്റ് വിത്ത് AI, ഹൗ ഡു യു ലൈക്ക് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് ഫോണിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ് കിട്ടുക. ഇനി ഫോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ കാണുന്ന പോലെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ഒരു 3 ഡോട്ട് വരും. ഓക്കെ, ഏറ്റവും മുകളിൽ നമ്മൾ ഏതൊരു സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ഏറ്റവും മുകളിൽ ഒരു 3 ഡോട്ട് ഉണ്ടാവില്ലേ, ആ 3 ഡോട്ടിൽ പോയിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷന്റെ അവിടെ ചെറിയൊരു സ്ക്വയർ കാണും, ഒരു കോളം കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്ക് വീഴും. അപ്പൊ എന്താണ്, നിങ്ങൾ അവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റിലായിരിക്കും പിന്നെ മൊബൈലിൽ കാണുക. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് മറ്റേത് മൊബൈൽ വ്യൂ ആകുമ്പോൾ ചെറിയ ഈ ഓപ്ഷൻസ് ഒക്കെ വലുതായിട്ട് കാണും. പക്ഷെ ചില ഓപ്ഷൻസ് ഒക്കെ താഴെ മുകളിലൊക്കെ ആയിട്ട് അങ്ങനെ ഓർഡറിലായിരിക്കും വരിക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ വരും. അപ്പൊ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്ന, ഇത് പെയ്ഡ് യൂസേഴ്സിനുള്ളതാണ്. ദെൻ 3 ഓപ്ഷൻസ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതായത് പേസ്റ്റ് ഇൻ ടെക്സ്റ്റും ജനറേറ്റും ഇമ്പോർട്ട് ഫയൽ ഓർ URL 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, അതായത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു നോട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പം ChatGPT മറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ നോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ആ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ടോപ്പിക് ഉണ്ട്, നമുക്ക് വേണ്ടത് അറ്റോമിക് സ്ട്രക്ചറിനെ പറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ആ ടോപ്പിക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രം സ്ക്രാച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു PPT ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ലെസൺ ഉണ്ട്, PDF ഉണ്ട്, അല്ലെങ്കിൽ ഇമേജ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു PPT വേണ്ടതെങ്കിൽ അപ്പൊ ആ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ എന്തിന്റെ ആണെന്ന് നമ്മൾ ആ PDF എന്താണെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ക്രിയേറ്റ് PPT എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അത് PPT ആയിട്ട് വരും. പിന്നെ നമുക്ക് ഇവിടെ ഞാൻ ജനറേറ്റ് ആണ് എടുത്ത് കാണിച്ചു തരുന്നത്. ജനറേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രസന്റേഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. 10 കാർഡ്സ് വരെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്തിനെ പറ്റിയിട്ടാണ് നമുക്ക് PPT ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് എ PPT ഓൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ക്രിയേറ്റ് എ PPT ഓൺ. ഞാനൊരു ഹെൽത്തി ഹാബിറ്റ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്, ചെറിയ കുട്ടികൾക്കുള്ളതാണ്. ഹെൽത്തി ഹാബിറ്റ്സ്, ക്രിയേറ്റ് എ PPT ഓൺ ഹെൽത്തി ഹാബിറ്റ്സ് ഫോർ ഗ്രേഡ് 5 വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയാണ് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ സ്വന്തമായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ദെൻ ജനറേറ്റ് ഔട്ട്ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത്രയും നമ്മളവിടെ പ്രോംപ്റ്റ് കൊടുത്തു. ഇതിനെ പ്രോംപ്റ്റ് എന്നാ പറയാം. നമുക്ക് എന്താണോ വേണ്ടത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനെ പ്രോംപ്റ്റ് എന്നാ പറയാം. വോയിസ് ആയിട്ട് എങ്ങനെയാണെങ്കിലും കൊടുക്കുന്നതിന് നമ്മൾ പ്രോംപ്റ്റ് എന്നാ പറയാം. നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കാന്ന് പറയില്ല, സാധാരണ പ്രോംപ്റ്റ്. ഇപ്പോഴത്തെ AI നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്ത് തന്നു കേട്ടോ.
ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്ത് തന്നു. ഓക്കെ, അപ്പൊ 10 പേജസ് ഉണ്ട്. ഹെൽത്തി ഹാബിറ്റ്സ് ഫോർ ഗ്രേഡ് 5, വൈ ഹെൽത്തി ഹാബിറ്റ്സ്, ഈറ്റ് റെയിൻബോ എവറി ഡേ, മൂവ് യുവർ ബോഡി, എക്സസൈസ്, ഡ്രിങ്ക്. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഓരോന്ന് നോക്കുക. എന്നിട്ട് എന്താണ് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ഓപ്ഷൻ നോക്കിയേ, കസ്റ്റമൈസ് യുവർ ഗാമ. ഇതില് മിനിമൽ വേണോ, കൺസൈസ് വേണോ, ഡീറ്റെയിൽഡ് ആയിട്ട് പറയണോ, എക്സ്റ്റെൻസീവ് ആയിട്ട് പറയണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ തീരുമാനിക്കാം. ഓക്കെ, ഞാൻ കൺസൈസ് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ഒരു മീഡിയം ലെവലിൽ നമ്മൾ വരും. ദെൻ വിഷ്വൽസ്, നമ്മൾ തീം നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോ ട്രയാങ്കുലർ പേൾ വേണോ, അങ്ങനെ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഞാൻ പേൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഇത് ദെൻ ഇമേജ് സോഴ്സ് ഒക്കെ ഇമേജസ് ഒക്കെ യൂസ് ചെയ്തോട്ടെ, ഓട്ടോ സെലക്ട് ഒക്കെ ചെയ്തോട്ടെ. ദെൻ നമുക്ക് ഞാനിവിടെ 3D സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3D ആണ് കുറച്ചും കൂടെ കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ 3D സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ ടോപ്പിക് അനുസരിച്ചിട്ട് എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും ഓപ്ഷണൽ ആണ്, ആഡ് എക്സ്ട്രാ കീവേഡ്സ് എന്തെങ്കിലും മിനിമൽ ആയിരിക്കണം, കളർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ജനറേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് PPT ടോപ്പിക് കൊടുത്തു, ജനറേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. ഈ ഒരു ടൈമാണ് നമുക്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വരുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഇതാ നമ്മുടെ പ്രസന്റേഷൻ ഇവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് തന്നെ എഴുതി ക്രിയേറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മളൊന്നും സെർച്ച് ചെയ്ത്, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു PPT ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എഴുതാനുള്ള റൈറ്റിംഗ്സ് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കണം. അതുപോലെ നമ്മൾ ഗൂഗിളിലാണെങ്കിലും അങ്ങനെ നമ്മൾ അത് എന്ത് ചെയ്യണം, അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കണം. അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇമേജസുകൾ നമ്മൾ സെർച്ച് ചെയ്ത് ആദ്യം കണ്ടുപിടിച്ച് വെക്കണം. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് അത് ഓരോ ഇതിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യണം. എത്രയോ മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഇതുവരെ നമ്മൾ അബ്രോഡിലെ കുട്ടികൾക്ക് ഒരു സമ്മർ ക്യാമ്പ് കണ്ടായിരുന്നു. അപ്പൊ അതില് ആണെങ്കിലും എത്ര മണിക്കൂർ ഇരുന്നിട്ടാണ് ഞാൻ ഒരു PPT ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ഞാൻ ആലോചിക്കുകയാണ്. അപ്പൊ അത്രയും ടൈം എടുക്കുന്ന ഒരു കാര്യം രാത്രി നോട്ടല്ലാണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറ് PPT ക്രിയേറ്റ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, നമ്മളൊരു മാം നമുക്ക് ഈ ഇതിലുള്ള സെന്റൻസ് എഡിറ്റ് ചെയ്യാന് നമ്മുടേത് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അതോ ഡിലീറ്റ് ചെയ്യാനോ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഒരു ഓക്കെ, ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയോ അതോ വേറെ എന്തെങ്കിലും ഓപ്ഷൻ? നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നമുക്ക് ഇത് മാത്രല്ല ഓപ്ഷൻസ് നമുക്ക് വരുന്നത് ക്യാൻവ വരുന്നുണ്ട്. ക്യാൻവയിൽ അടിപൊളിയായിട്ട് AI യൂസ് ചെയ്തിട്ട് PPTകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് ഇവിടെ എഡിറ്റബിൾ ആണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അത് എഡിറ്റബിൾ ആണ്. നമുക്ക് കണ്ട എവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേറെ നമ്മളിപ്പോ വേറെ പുറത്തെ AIs ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക് എന്തെങ്കിലും നമുക്ക് വേണം, നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇത് നമ്മുടെ ഫയലിലേക്ക് വരും. ദെൻ നമ്മൾ വാട്സപ്പിൽ എവിടെയാണ് നമുക്കത് ഷെയർ ചെയ്യേണ്ടതെങ്കിൽ ഷെയർ ചെയ്യാം. അതല്ല കോപ്പി ലിങ്ക് മാത്രമായിട്ടാണെങ്കിൽ ഇവിടെ കോപ്പി ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാം. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. അത് ഷെയറിൽ കിടക്കുന്നത് ജസ്റ്റ് നമുക്കൊന്ന് പ്രസന്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഇപ്പോ ഔട്ട് ഓഫ് 10 സ്ലൈഡ്സിൽ ഒരു 1 or 2 സ്ലൈഡ്സ് മാത്രമേ നമുക്കിപ്പോ ഒരു 3D ആവശ്യമുള്ളൂ, ബാക്കി വേറൊരു ഇതിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ അപ്പൊ ആ 1 and 2 മാത്രം അങ്ങനെ അവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. ഓരോ സ്ലൈഡും ക്ലിക്ക് ചെയ്തിട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അവിടെ നമുക്ക് മൊത്തത്തിൽ ആ ഒരു ഇത് വരുന്നതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഹെൽത്തി ഹാബിറ്റ്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കിയേക്കാം നമുക്ക്. വൈ ഹെൽത്തി ഹാബിറ്റ്സ്, ഈറ്റ് എ റെയിൻബോ എവറി ഡേ, ഇതൊക്കെ ഞാൻ പണ്ട് ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ 3D പിക്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ബ്രഷ് ആൻഡ് ഫ്ലോസ് യുവർ ടീത്ത് ഡെയിലി,
നല്ല എല്ലാവരും ചിലപ്പോ 3D ആയിരിക്കില്ല സ്യൂട്ടബിൾ ആവുക. അപ്പൊ നമുക്ക് അതില് അല്ലെങ്കിൽ ആയിട്ടൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ എനിക്ക് 3Dയോട് പേഴ്സണൽ ഇഷ്ടമുണ്ട്. അത് നല്ലൊരു ഭംഗിയെ കാണാൻ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തന്നെ എക്സ്പോർട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, എക്സ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ അതിൽ ഷെയർ ചെയ്യാം. സോ ഇതുപോലത്തെ സെക്കൻഡ്സുകൾ കൊണ്ട് നമ്മുടെ പണികൾ എളുപ്പമാക്കി തരുന്ന ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ടു പവർ പോയിന്റ് കൊടുത്താലാണ് പവർ പോയിന്റ് ആവുക കേട്ടോ. എക്സ്പോർട്ട് PDF ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യണമെങ്കിൽ PDF ആക്കിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പവർ പോയിന്റ് ഇസ് ready to click here to download. അപ്പോൾ ഇത് ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് പോവാം. എന്നിട്ട് എങ്ങനെയാ വാട്സപ്പിൽ നമ്മൾ ലാപ്പിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ ആവുന്നില്ല എന്റെ ലാപ്ടോപ്പ്. ഞാനത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഷെയർ ചെയ്തിടാം. ഇനി നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിച്ചോളൂ. ദെൻ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. മാം, നമുക്കിപ്പോ നമ്മുടെ ടെക്സ്റ്റിലെ സെയിം കണ്ടന്റ് വെച്ചിട്ടാണ് PPT ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? അതിലാണ് നമ്മൾ ടെക്സ്റ്റിലെ അപ്ലോഡ് കണ്ടന്റ് എന്നുള്ളൊരു വെച്ചിട്ടാ? ഓപ്ഷൻ കണ്ടേ? അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ മിസ്സേ? അപ്പോ അപ്ലോഡ് എന്നുള്ളത് ക്ലിക്ക് അപ്ലോഡിൽ ചെയ്ത് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് അത് വരും. നമ്മുടെ ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയലിലേക്ക് അത് വരും. ആ ഫയലിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഫയലൊക്കെ ഉണ്ടാവില്ലേ, അത് അതിൽ വരും. അപ്പോ അതിനെ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് PPT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അതിന്റെ PPT ആക്കി തരും. നമുക്ക് അങ്ങനെ ഒരുപാട് അതിലുള്ള കണ്ടന്റ് വെച്ചിട്ട് ഗാമ നമുക്കൊരു PPT ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മള് സ്പെസിഫിക് ആയിട്ട് ഇത് വേണം അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതില് ഫുള്ള് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അതല്ലെങ്കിൽ ഇത്ര പേജ് മുതൽ ഇത്ര പേജ് വരെ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്യാം. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള PPT ക്രിയേറ്റ് ചെയ്ത് തരും. അതും അതിന്റെ വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് ഗാമ തന്നെ അതിന്റെ വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് തരും. നമ്മുടെ കയ്യില് ആ പോയിന്റ്സോ എന്താണുള്ളെങ്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ചാപ്റ്ററിന്റെ PDF അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. അതെന്താ മാം, ഇപ്പൊ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് നോട്ട്സുകൾ ഉണ്ട്. അപ്പൊ അതൊരു ഫോട്ടോ എടുത്തുള്ള ഒരു ഫയൽ നമ്മളെ ഫയൽസിലുണ്ട്. അതും അങ്ങനെ അത് കൊടുത്താലും മതി. ആ നോട്ട്സ് വെച്ചിട്ടും PPT ലൈൻ ഉണ്ടാക്കി തരും. നമ്മൾ നോട്ട്സ് ഹാൻഡ് റിട്ടൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ആവണം എന്നുള്ളതേ ഉള്ളൂ. അതല്ലെങ്കിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് എറേഴ്സ് ഒക്കെ വരും. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ AI ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് വിശ്വസിക്കാൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. നമ്മളെ മനുഷ്യരുടെ ഒരു കൈകൾ എപ്പോഴും കൂടെ ഒന്ന് പോകണം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ്, നമുക്ക് ഇപ്പൊ മിസ് പറഞ്ഞ പോലെ നോട്ട്സ് ആയിട്ട് നോട്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പൊ കയ്യിലുള്ള നോട്ട് നമ്മുടെ കയ്യിൽ പേജ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് ചില ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കയ്യിലുള്ള ഇമേജസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാം. നമ്മുടെ ഫോണിലേക്ക് ടെക്സ്റ്റ് ആക്കി മാറ്റാം. അപ്പൊ ആ ടെക്സ്റ്റിനെ നമ്മൾ ഇവിടെ കോപ്പി ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പൊ ആ ടെക്സ്റ്റ് പേസ്റ്റ് ടെക്സ്റ്റ് 3 ഓപ്ഷൻ വന്നില്ലേ? ഒന്ന് പേസ്റ്റ് ടെക്സ്റ്റ്, ഒന്ന് ജനറേറ്റ്, ഒന്ന് ഇമ്പോർട്ട് ഫയൽ. അതില് പേസ്റ്റ് ടെക്സ്റ്റില്
നമ്മൾ അങ്ങനെ ചെയ്യാം, ആ ടെക്സ്റ്റ് ആ കൊടുത്തിട്ട് ചെയ്യാം. ജനറേറ്റിൽ നമ്മുടെ കയ്യിലുള്ള ടോപ്പിക് വെച്ചിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയാം. ഇമ്പോർട്ട് ഫയലിൽ നമ്മുടെ കയ്യിലുള്ള ഫയൽ വെച്ചിട്ട് PPT ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയാം. ഇതൊക്കെ ഫ്രീ വേർഷൻ ആണ്, 10 കാർഡ്സ് അങ്ങനെ കിട്ടുന്നതുള്ളൂ. നിങ്ങൾക്ക് പെയ്ഡ് ഒക്കെ എടുക്കാൻ മീൻസ് അത് അത്രയും അത്യാവശ്യമുള്ള കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും PPT ക്രിയേറ്റ് ചെയ്യുന്നവരാണ്, കൂടുതൽ സ്ലൈഡ് ഒക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ പെയ്ഡ് വേർഷൻ ഒക്കെ എടുക്കാം. അല്ലെങ്കിൽ ക്യാൻവ അങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് പറ്റും. ക്യാൻവയിൽ നമുക്ക് ക്യാൻവ ഫുള്ള് ഓപ്ഷനുള്ള അടിപൊളി ടൂളാണ് ടീച്ചേഴ്സിന്. അതിലും കുറെ ഓപ്ഷൻസ്. ജാമിനേക്കാളും ഒന്നുകൂടി ബെറ്റർ ക്യാൻവയാണോ മാം PPT ക്രിയേഷന്? അങ്ങനെ പറയാൻ പറ്റില്ല, രണ്ടും AI ടൂളാണ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഗാമയിലോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ വർക്ക്ഷോപ്പിലോ എന്തിലെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. റസീന, ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചോട്ടെ, ഇത് സർ, എന്നാണ് നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നത്? എന്താണ് നമ്മൾ ഡിസംബർ 1-നാണ്. ഡിസംബർ 1-നാണ് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണേ, ഡിസംബർ 1-ന്. ഓക്കെ, താങ്ക് യു. ഓക്കെ. then മാം ഇപ്പോ ഇതുപോലെ PPT ക്രിയേറ്റ് ചെയ്ത് ഇനി അത് സ്കൂളുകൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാം ഈ ഒരു സെഷനിൽ ചോദിക്കാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പൊ അതെങ്ങനെയാണ് പ്രസന്റ് ചെയ്യാന്നല്ലേ സ്മാർട്ട് ടിവിയില്? അതെ അതെ അത് നമ്മുടെ ഫോണിന്ന് സ്മാർട്ട് ടിവി ആയിട്ട് കണക്ട് ചെയ്യണം. ഫോണ് പല അല്ല ഫോണിലല്ല എങ്കിലോ? ലാപ്പിലാണെങ്കിൽ ലാപ്പിന്ന് ഡയറക്റ്റ് നമ്മൾ TV കണക്ട് ചെയ്യാലോ. അതില് ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഒരു കേബിൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണതുണ്ട്. അതല്ലാതെ നമ്മളിപ്പോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണ പോലെ ഈ സ്ക്രീൻ മിററിംഗ് പോലത്തെ അങ്ങനത്തെ ഒക്കെ നമ്മൾക്ക് അതായിട്ട് കണക്ട് ചെയ്യാനുള്ള ഇതുണ്ടല്ലോ, ഓപ്ഷൻസ് ഉണ്ടല്ലോ, അങ്ങനെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാപ്പിൽ എടുക്കുന്നത് അവിടെ ടിവിയിലും വരും. അതായത് USB-യിലേക്ക് കൺവേർട്ട് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടോ? ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. USB-യിലേക്ക് നമുക്ക് ഫയൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് അവരുടെ ഞാൻ ഓഫ്ലൈൻ അല്ലല്ലോ, എനിക്ക് ഓഫ്ലൈൻ്റെ ആവശ്യമില്ല. അറിയാം. പക്ഷെ ഞാൻ BEd-നൊക്കെ പഠിക്കുമ്പോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓൾറെഡി നമ്മുടെ അവിടെ സ്മാർട്ട് ബോർഡുകൾ അല്ല സ്മാർട്ട് ടിവികളിൽ നമ്മൾ നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാറ്. ഓക്കെ ഓക്കെ മാം. Okay, thank you. Thank you all for your participation. Thank you. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. സാറിന്റെ പേര് എന്തായിരുന്നു ശരിക്ക്? എന്റെ പേര് റഞ്ജി മാത്യു എന്നാണ്. രഞ്ജി എന്നാണ് അല്ലേ? അത് ഇതൊരു സ്പെല്ലിംഗ് അത് നിങ്ങളെ പോലുള്ള ഒരു അധ്യാപകന്റെ എനിക്കിട്ട് ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണിത്. ആക്ച്വലി ഇത് RNJI ആണ് വരേണ്ടത്. പഴയ കാലത്തൊക്കെ നിങ്ങൾക്ക് അതാ പറഞ്ഞു, ഞാൻ അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായി പോയി. കാരണം പഴയ കാലത്ത് നമ്മളെ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ അവിടെ ഒരു വലിയ തടിച്ച പുസ്തകം കാണും. അതിനകത്ത് നമ്മുടെ പേരൻസ് പറഞ്ഞു കൊടുക്കാം, അതൊന്നും സ്പെല്ലിങ്ങിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ അത് എഴുതി വെച്ചു. 10ാം ക്ലാസ്സിലെ SLC ബുക്കിന് മുൻപ് സാറ് വിളിച്ചിട്ട് ചോദിക്കും, എടാ നിന്റെ സ്പെല്ലിങ് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നത് 2 സാറന്മാർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ അന്നത്തെ സ്പെല്ലിങ് അവിടെ എഴുതിയിരുന്നത് RNGY എന്നാണ് എഴുതിയിരുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ ഇതെന്തൊരു പേരാണ്, ഇങ്ങനത്തെ ഒരു പേര് ആരെങ്കിലും ഓടിക്കത്തില്ലേ? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞാണ്, എടാ ഞാൻ ഒരു സ്പെല്ലിങ് നിനക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? അയാൾക്ക് 2 മാറ്റി തന്നാൽ വല്ല നഷ്ടമുണ്ടോ? ഞാൻ പറഞ്ഞു ശരി, എന്നാൽ Y മാറ്റി I ആക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രംഗി എല്ലാ തരത്തിലും എൻ്റെ ജീവിതത്തിൽ അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ പിന്നെ അത് SLC ബുക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ വലിയ പ്രശ്നമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഞാൻ എഞ്ചിനീയറിംഗ് MBA എല്ലാം ചെയ്തതെല്ലാം അതിനകത്ത്. പിന്നെ അതും പൊട്ടിക്കൊണ്ട് നടക്കണം, ഇത് ഒരാളാണെന്ന് കാണിക്കാൻ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം, സ്പെല്ലിംഗ് ഒക്കെ വളരെ കറക്റ്റായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കേപ്പ് ഗോട്ടാണ് ഞാൻ. ബട്ട് എനിവേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു താങ്കളുടെ ക്ലാസ്. ഞാൻ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് ഒക്കെ നമുക്ക് അയച്ചു തന്നപ്പോഴത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. കേരളത്തിൽ എന്റെ വീട് കോട്ടയത്താണ്. അവിടെ ഒരുപാടായോ? ന്യൂയോർക്കിലായിട്ട് ഒരുപാടായോ? 15 വർഷത്തിൽ കൂടുതലായി. 15 വർഷമായി. ഫാമിലി ഒക്കെ അവിടെ തന്നെ ആവും അല്ലേ? ഇവിടെ തന്നെ സെറ്റിൽ. ഒരു കാര്യം പറഞ്ഞോട്ടെ, അതിന് HDMI കേബിൾ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. HDMI കേബിൾ. അതല്ലാണ്ട് ഈ നമ്മൾ ഓൺലൈൻ സ്മാർട്ട് ടിവിയിലൊക്കെ ബ്ലൂടൂത്ത് ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മുടെ കണക്ഷൻ നല്ലതല്ലെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് ക്ലാസ് നിന്ന് പോകും.
ഓ ഓ അതേസമയം ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ട് HDMI to HDMI HDMI കേബിൾ കണക്ട് ഉണ്ട്. ആ കേബിൾ അതാവുന്നെങ്കിൽ കേബിൾ വെച്ചിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നിന്ന് പോകുമ്പോഴത്തേക്ക് അത് പ്രശ്നമാവുമല്ലോ. ഓക്കെ. ഓക്കെ, സാറ് ഓൾറെഡി ട്രെയിനിങ് മേഖലയിൽ ഉള്ളതാണ്. ഞാനൊക്കെ എങ്ങനെ സാറിന് ക്ലാസ് എടുക്കാന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ വളരെ തിങ് ഇസ് ദാറ്റ് ഒരിക്കലും അധ്യാപകര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഐ എം റിയലി പക്ഷെ ഇംപ്രസ്ഡ് ഞാൻ അബൌട്ട് ദിസ്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്, പക്ഷെ സാറിനെ പോലെ ഒരു വലിയൊരു കോച്ചിന് തന്നെ ക്ലാസ് എടുക്കാന്നൊക്കെ പറയുമ്പോ അത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു ടാസ്ക് ആവും. അതൊന്നും നോക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ യുവർ നോളജ് ഈസ് മച്ച് ബിഗർ ദാൻ മൈൻ. എനിക്കറിയാവുന്ന സംഗതിയെക്കാളും കൂടുതൽ ഞാൻ ഗാമ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പലതും ചെയ്യാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇറ്റ് ഇസ് ടോട്ടലി അമേസിങ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്നെക്കാളും ഒത്തിരി മേലെയാണ്. അതെ, സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കുറെ പഠിച്ചെടുക്കാം. ഞാൻ എന്റെ മെയിൻ ഒരു സ്വഭാവം അതാണ് കേട്ടോ. എനിക്ക് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഞാൻ മാക്സിമം അല്ല, അങ്ങനെ ആയിരിക്കണം നമ്മുടെ എല്ലാ അധ്യാപകരും. പഴയ കാലത്ത് അങ്ങനെയല്ലോ, ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിച്ചുകൊണ്ട് വരും, അതവിടെ ഛർദ്ദിച്ചു വെക്കും, എന്നിട്ട് പോവല്ലേ ചെയ്യുന്നത്. ഇപ്പം റസീന എടുത്ത പല സ്ലൈഡ്സിനകത്തും എന്തായിരിക്കണം ഒരു അധ്യാപകൻ എന്നുള്ളത് വരെ പറഞ്ഞു തന്നു കഴിഞ്ഞു. അതൊക്കെയാണ് നമുക്കത് ഇത് ഇമ്പാർട്ട് ചെയ്യാനൊക്കുന്നത്. അത് കേരളത്തിൽ ചെയ്യാനൊക്കുന്നതിന് ഒരു വലിയൊരു സല്യൂട്ട്. നിങ്ങൾ വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വിൽ ബി എ റിയലി ഫാൻ ഓഫ് യുവർ ഗ്രൂപ്പ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. സോ മച്ച് അപ്രിസിയേഷൻ. ഇറ്റ്സ് ഓവർലോഡഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. സാർ എന്തിന്റെ ട്രെയിനർ ആയിരുന്നു എന്ന് പറഞ്ഞേ? ഞാനൊരു മാനേജ്മെന്റ് ട്രെയിനർ ആയിരുന്നു. ഈ മാനേജ്മെന്റ് ഞാൻ എടുക്കാത്ത ക്ലാസ്സുകളൊന്നുമില്ല. ഞാൻ പല യൂണിവേഴ്സിറ്റി സാറിന്റെ പ്രൊഫൈൽ പിക്ചറിൽ എന്തോ അങ്ങനെ അത് ഞാൻ US മിലിറ്ററിക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. US മിലിറ്ററി അവരൊക്കെ ഓഫീസേഴ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുമായിരുന്നു. മെറ്റീരിയൽസ് ഞാൻ ഒത്തിരി സബ്ജക്റ്റുകൾ, ഏത് സബ്ജക്റ്റ് ഇത് പറഞ്ഞാൽ ഇപ്പോൾ അതാണ് ഏറ്റവും എളുപ്പം. വന്നേക്കുന്നതുകൊണ്ട് എനിക്ക് പല ടൂളും ഉണ്ട്. അതിനകത്തോട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇറങ്ങി വരികയല്ലേ. ഇന്നലെ ഞാൻ ഒരെണ്ണം കണ്ടു. ഇന്നലെ ഞാനിപ്പോൾ എല്ലാവരുടെ ഓർമ്മയ്ക്കായിട്ട് പറയും, ഞാൻ ഇന്നലെ ഒരെണ്ണം കണ്ടു. ലൈവായിട്ട് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് ആ ചോദ്യം എല്ലാം ആ AI എടുത്തിട്ട് അതതിന് ആൻസർ തരും. അപ്പൊ അവർക്കത് കാണാൻ പോലും ഒക്കത്തില്ല. ഇതൊക്കെ ഞാൻ ഈ ഷോർട്സ് കാണുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ അതിൽ എഴുതിയെടുക്കും, എന്നിട്ട് ഞാൻ പോയിട്ട് നോക്കും എന്താ കാണുന്നത്. ഗോയിങ് ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. ഒരു കാര്യമുണ്ട്, AI വിശ്വസിക്കുക, അതെനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്കൊരു 300 ബുക്ക് ലൈഫ് ടൈമിൽ വായിക്കാൻ ഒക്കുന്നില്ല, അതൊരു 3 കോടി ബുക്കാണ് വായിക്കുന്നത്. ഒരിക്കലും നമ്മൾ അത് പണ്ട് ഗൂഗിൾ മാപ്സ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പറയുമായിരുന്നു, നമ്മൾ സ്ഥലത്ത് എത്തുവോ, ഗൂഗിൾ മാപ്സ് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും പറയരുത്. ഒരിക്കലും അങ്ങനെ അല്ല. അത്രമാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ അതിന്റെ കൂടെ പോകണം. പലരും പേടിച്ചിട്ട് ആദ്യം പിന്നോട്ട് മാറി നിൽക്കും, പിന്നീട് അത് പോപ്പുലർ ആയി കഴിഞ്ഞാൽ വരും ഇറങ്ങും. അങ്ങനെ തന്നെ എല്ലാ AI ടൂളുകൾ, ഏത് ടൂളുകൾ വരുമ്പോഴും, വാട്സപ്പ് വരുമ്പോ പോലും അങ്ങനെയായിരുന്നു. അയ്യോ, ഇമേജ് ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പേടിക്കണം, ആരും യൂസ് ചെയ്യരുത് എന്നൊക്കെയുള്ള ഒരു സാധനമായിരുന്നു ആദ്യം. പിന്നീടാണത് പോപ്പുലർ ആയിട്ട് വന്നത്. അങ്ങനെ അപ്പോൾ ഇതിനകത്ത് റസീന ഒരു പയനിയർ ആണ്, റസീന ആൻഡ് യുവർ ഗ്രൂപ്പ്. കാരണം ഇത് എൻ്റെ സുഹൃത്ത് ജയശ്രീ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ജയശ്രീ ആണ് എന്നെ എനിക്കിന്ന് കാണിച്ചു തന്നത്. ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർ ദിസ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ലേൺ തിങ്സ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനൊക്കുമല്ലോ. അതല്ലേ ഞാനിപ്പോൾ അതാണ്, അത് ഒരു ഏരിയയിലല്ല, അൺലിമിറ്റഡ് ആണ്. ഭയങ്കരമാണ്. ഞാനും അങ്ങനെ ഞെട്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം അങ്ങനെയാണ് നമ്മൾ ഇതിൽ ചെയ്യാന്ന് ചെയ്യുന്നത്. അത്രയും നല്ല ഭയങ്കര അത് നമ്മൾ പഠിക്കുന്ന സമയത്തുള്ളത് പോലെ അല്ല. അത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ അതിൽ ഇറങ്ങി ചെയ്യുന്ന സമയത്താണ് പിന്നീടും അതിന് ഇത്രയും സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാവണേ. ജസ്റ്റ് ഞാൻ പഠിക്കുമ്പോ ഇത്ര ഇന്ന ലെസൺ പ്ലാൻ ഇതിന് ഓക്കെ അത് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഡെയിലി ലൈഫിൽ വരികയാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിൽ വരികയാണെങ്കിലും എന്തോരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് AI അത്ര നമ്മളെ ഹെൽപ്പ് ചെയ്യണേന്ന് അറിയോ. ഭയങ്കര പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് നമ്മുടെ, എന്ത് ചോദിക്കാണ്. അങ്ങനെ ഇത് സംഭവമാണ്. ഇനിവേ നമുക്ക് കാണാം, മെയിൻ വർക്ക്ഷോപ്പുകളിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച് എവരിബഡി. താങ്ക് യു.